അഞ്ചലിൽ കെ.എസ്.ആർ.ടി.സി ഡിപ്പോ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തം. കൊല്ലം ജില്ലയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതും ലക്ഷക്കണക്കിന് ജനങ്ങൾ വസിക്കുന്ന പ്രദേശമാണ് അഞ്ചൽ. 4 ജില്ലകളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏക ബ്ലോക്ക് പഞ്ചായത്ത് എന്ന പ്രത്യേകതയും അഞ്ചലിനുണ്ട്. 1990കളിൽ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ബാലകൃഷ്ണപിള്ള സാറ് അഞ്ചലിൽ കെ.എസ്.ആർ.ടി.സി ഡിപ്പോ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നാളിതുവരെ അഞ്ചലിൽ കെ.എസ്.ആർ.ടി.സി ഡിപ്പോ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അഞ്ചലിൽ കെ.എസ്.ആർ.ടി.സി ഡിപ്പോ ആരംഭിച്ചാലുള്ള ഗുണങ്ങൾ: 1. ഗ്രാമീണ മേഖലയിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം. 2. കൊല്ലത്ത് നിന്നും രാത്രികാല സർവീസുകൾ. 3. മലയോര ഹൈവേ വഴി കൂടുതൽ സർവീസുകൾ. 4. ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ ദീർഘദൂര സർവീസുകൾ. 5. വിവിധ സംസ്ഥാന പാതകളിലൂടെയും വിവിധ പ്രധാന പാതകളിലൂടെയും കൂടുതൽ സർവീസുകൾ. 6. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കാർഡ് ലഭിക്കുവാൻ വളരെ എളുപ്പം. 7. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്റ്റാൻഡായി അഞ്ചൽ മാറുന്നതിന്. 8. അഞ്ചലിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്ക്. 9. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും കൂടുതൽ സർവീസ് ആരംഭിക്കുന്നതിന്. 10. അഞ്ചലിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും വളർച്ചയ്ക്ക്. 11. അഞ്ചൽ വഴി കടന്നുപോകുന്ന നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേകളായ കൊല്ലം, മധുര, തിരുവനന്തപുരം, അങ്കമാലി ഹൈവേകൾ വഴി കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതിന്. കെ.എസ്.ആർ.ടി.സിക്ക് അധിക ചെലവില്ലാതെ അഞ്ചലിൽ എങ്ങനെ ഡിപ്പോ ആരംഭിക്കാമെന്ന് നോക്കാം. അഞ്ചൽ നഗരഹൃദയത്തിൽ അഞ്ചൽ ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് അഞ്ചൽ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പഴയ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും അതിൽ പോലീസ് ക്വാർട്ടേഴ്സായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടവും ഡിപ്പോയ്ക്കും ഡിപ്പോയുടെ ഓഫീസുമായി മാറ്റിയാൽ അഞ്ചലിൽ ഡിപ്പോ വളരെ വേഗം ആരംഭിക്കാൻ സാധിക്കും. നിലവിൽ മാലിന്യ കൂമ്പാരമായി മാറിയ ഈ സ്ഥലം നാമമാത്രമായ തുകയ്ക്ക് കെ.എസ്.ആർ.ടി.സിക്ക് പാട്ടത്തിന് നൽകിയാൽ അഞ്ചലിൽ ഡിപ്പോ വരാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഒരു കരാർ കെ.എസ്.ആർ.ടി.സിയും പഞ്ചായത്തും തമ്മിൽ ഉണ്ടാകണം. ഇതിനായി അഞ്ചലിലെ എല്ലാ ജനപ്രതിനിധികളും അധികാരികളും കെ.എസ്.ആർ.ടി.സിക്കും ഗതാഗത വകുപ്പ് മന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും നിവേദനങ്ങളും ശുപാർശകളും നൽകണം. അഞ്ചലിൽ കെ.എസ്.ആർ.ടി.സി ഡിപ്പോ യാഥാർത്ഥ്യമാക്കാൻ എം.എൽ.എയും ഗതാഗത വകുപ്പ് മന്ത്രിയും സംസ്ഥാന സർക്കാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.